ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി തേങ്ങച്ചോറായാലോ. ചെമ്മീൻ തേങ്ങച്ചോറ് നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഭയങ്കര ഈസിയായി ഉണ്ടാക്കാനും. അപ്പോൾ ചെമ്മീൻ തേങ്ങച്ചോറെന്നോ അല്ലെങ്കിൽ പ്രോൺസ് റൈസെന്നോ ചെമ്മീൻ ചോറെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് ഫുള്ള് തേങ്ങാപ്പാൽ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന, വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാദ്യം കുക്കർ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മിൽമാഗി 6 kg, പിന്നെ അതിലേക്ക് ഒരു 3-4 ഏലക്കായും പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 2 വലിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറുന്നവരൊന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിടി കറിവേപ്പില, പിന്നെ അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി, അതും കൂടി ഇട്ടിട്ടെല്ലാം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് കുറച്ചൊന്ന് കുക്കായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറി എണ്ണ തെളിയുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതാ ഞാനൊരു 400 ഗ്രാം ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എപ്പോൾ പറയുന്ന പോലെ തന്നെ താഴെ മേലെയുള്ള ആ ഒരു നൂലുണ്ടല്ലോ, ഒരു നാര് പോലത്തെ, അതെല്ലാം എടുത്തിട്ടാണ് ഞാൻ ക്ലീൻ ആക്കിയിട്ടുള്ളത്. ഇനി അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കുക, ആ ഒരു മസാലയും ചെമ്മീനും എല്ലാം കൂടി. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ ആദ്യം മുളകും മഞ്ഞളും ഉപ്പെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് എന്നിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, ഒരു കട്ടിയുള്ള ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. ഒരു വിസിലൊക്കെ മതിയാവും, ബാക്കി നമ്മൾ ചോറ് പോകുമ്പോൾ വെന്തോളും. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. പിന്നെ ഞാനിതാ ഒരു 5 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, ഞാനെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്, ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടൊന്നുമില്ല. ആദ്യം 1-ാം പാലെടുത്ത് എന്നിട്ട് വീണ്ടും അതിൽ തേങ്ങ പിഴിഞ്ഞിട്ട് ആ തേങ്ങയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി 2-ാം പാലെടുത്ത്, അപ്പോൾ കൂടുതൽ 1-ാം പാൽ തന്നെ ഉണ്ടാവുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു 5 കപ്പ് കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്, പൊന്നിയരി. അപ്പോൾ അതിന് ഡബിൾ വേണമെന്നാണ് വെള്ളം. പക്ഷേ ഞാൻ 1 കപ്പ് കുറച്ചത് നമ്മൾ കുക്കറിൽ നിന്ന് എന്തായാലും ചെമ്മീൻ വെന്ത് കഴിഞ്ഞാൽ അതിലെന്തായാലും ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ കറക്റ്റ് അളന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഫുൾ തേങ്ങാപ്പാലിലാണ് ഈ ചോറ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ചെമ്മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കണം. നമ്മൾ ഈ തേങ്ങച്ചോറിന് ഒരു കട്ടിയായിട്ടുള്ളൊരു പരിപ്പ് കറി ഉണ്ടാക്കും. ഞാൻ മുമ്പ് കല്ലുമ്മക്കായൻ്റെ തേങ്ങച്ചോറ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിന് പരിപ്പ് കറി ഉണ്ടാക്കുന്നതെല്ലാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയുന്നത്. അപ്പോൾ ഇതാ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കടു പൊട്ടിയതിന് ശേഷം കടു പൊട്ടി പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഒന്ന് മൂപ്പിക്കുക. 2 അല്ലി മതിയാവും, ഒന്ന് ചതച്ചിട്ട്. പിന്നെ അതും ഒന്ന് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം 2 വറ്റൽമുളക്, ഒരു 3-4 ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും ചുവന്നുള്ളി എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് പരിപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് പരിപ്പെല്ലാം മതിയാവും. അത് കഴുകിയിട്ട് അതും ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള പരിപ്പ് കറിയാണ്. ആ പരിപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ടീസ്പൂണാണ്, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 2 വിസിലെല്ലാം മതി. ശരിക്കും ഇത് വെന്തുടഞ്ഞിട്ടുള്ള ഒരു കട്ടിയായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. നമ്മുടെ ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾ ചട്നിയെല്ലാം പോലെ. അതുകൊണ്ട് ഈ പരിപ്പ് കറിയാണ് നമ്മളെപ്പോഴും ഈ തേങ്ങച്ചോറിനെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ അതും ആടുന്ന് വേവട്ടെ. ഇനിയിപ്പോൾ ഇതാ ചെമ്മീനെല്ലാം വെന്തിട്ടുണ്ട്, ഒറ്റൊരു വിസിലാക്കിയിട്ടുള്ളൂ. അപ്പം കണ്ടോ ഓൾറെഡി ഇതിൽ വെള്ളം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തത്. ഇത് വെള്ളമില്ല, ഫുള്ള് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെ നമ്മൾ വേവിച്ചിട്ടുണ്ടായി.
ഇനിയിപ്പോൾ ഇത് വലിയൊരു ചെമ്പിലോട്ട് മാറ്റുക. ഇതിലാണ് ചോറുണ്ടാക്കുന്നത്. ചില ആൾ കുക്കറിൽ തന്നെ ഉണ്ടാക്കും, പക്ഷേ ഞാൻ കുക്കറിൽ ചോറുണ്ടാക്കലില്ല. നമുക്കത് എന്തായാലും കൊളായിപ്പോകുമെന്ന് പേടിച്ചിട്ട്. ഇനി നമുക്കിതിലോട്ട് എന്താ പറയുക, മാറ്റി വെച്ചിട്ടുള്ള ഫുള്ള് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയുണ്ട്. അത് ഞാനിപ്പോൾ 3 കപ്പ് പൊന്നിയരി എടുത്തിട്ടുള്ള ചോറ് വെക്കുന്ന പുഴുങ്ങൽ അരി ഉണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസോ അല്ലെങ്കിൽ ജീരകശാല അരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ പൊന്നിയരി എടുത്തിട്ടുള്ള. അപ്പം 3 കപ്പ് പൊന്നിയരി കഴുകി ഒന്ന് വെള്ളമെല്ലാം ഒന്ന് എന്താ പറയുക വലം വെച്ചിട്ടുണ്ട് അതിന്. അതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. ഇതും എല്ലാം ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഇളക്കി ഇതൊന്ന് അവിടെ മൂടി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം അധികം വറ്റി ഒന്ന് അടിക്ക് പിടിക്കാൻ പോകുന്നെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുക്കറിൽ നിന്നൊന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാവാൻ ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കതവിടെ മൂടി വെക്കാം. ഇനിയിപ്പോൾ ചോറിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഒന്ന് ഇളക്കി വീണ്ടും നമുക്ക് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് കൂടി വെക്കാം. ഒരു ഫോയിൽ കൊണ്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ 10-15 മിനിറ്റെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം വറ്റി ചോറെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഇങ്ങനെ തുറന്ന് വെക്കുമ്പോൾ ഇത്തിരി കൂടി ഡ്രൈ ആയി വരും. അപ്പം അത്ര അധികം വെള്ളമൊന്നുമില്ല. നമുക്ക് പിന്നെ ഇത്തിരി പറ്റുന്ന പോലത്തെ ഒരു ചോറ് ഇവിടെ ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പം എല്ലാം നല്ല കറക്റ്റ് എന്താ പറയുക വേവെല്ലാം. അപ്പം നല്ല അടിപൊളി സ്മെല്ലെല്ലാം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞ പോലെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ആ ഒരു ഓയിലിൽ ഉള്ളിയെല്ലാം വാട്ടി അങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് ലാസ്റ്റ് എന്താ പറയുക ഈ ചോറ് തന്നെ വെന്ത് കഴിയുമ്പം ചെമ്മീൻ ഇട്ട് കൊടുത്താലും മതി. അപ്പം അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കല്ലുമ്മക്കായ് തേങ്ങച്ചോറ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ ഇത് ചൂടോടൊന്ന് സെർവ് ചെയ്യട്ടെ. നല്ല അടിപൊളി ചെമ്മീൻ തേങ്ങച്ചോറ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് പരിപ്പ് കറിയും പിന്നെ അച്ചാറും പപ്പടം എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.